Dear friends, I am M.A. Rashid, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി ഡസൻ നോക്ക് ട്വൈസ്. അവസരങ്ങൾ ഒരിക്കലും നിങ്ങളെ രണ്ടാമതും നിങ്ങളിലേക്ക് വരില്ല. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട്. പക്ഷേ ആ അവസരങ്ങളിലൊക്കെ നമ്മൾ അതിനെ എങ്ങനെ കീഴ്പ്പെടുത്തണം, നമുക്ക് ആ അവസരങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയമാക്കി മാറ്റണം എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവസരങ്ങൾ ഒരിക്കലും നമ്മെ കാത്തു നിൽക്കില്ല. ഓപ്പർച്യൂണിറ്റി ഡസൻ വെയിറ്റ് ഫോർ അസ്. നമ്മൾ അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കടന്നു പോകും. നാം അതിനെ എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് നമ്മളിൽ നിന്ന് പോകും. ഇഫ് യു ഡോണ്ട് ടേക്ക് ആക്ഷൻ, ദോസ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ലോസ്റ്റ് ഫോർ എവർ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ്. ചില ആളുകൾ പറയാറുണ്ട്, നമുക്ക് അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് അത് റെഡി ആയിരുന്നില്ല. ആ അവസരം ഒരിക്കലും ആ നിമിഷം എനിക്ക് പറ്റിയതായിരുന്നില്ല, അല്ലെങ്കിൽ നല്ല സമയം വരട്ടെ എന്ന് ഞാൻ കാത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരിക്കലും കാത്തിരിക്കാൻ പാടില്ല. ഓരോ അവസരങ്ങൾ വരുമ്പോഴും അതിലൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബട്ട് ദ ട്രൂത്ത് ഈസ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് പെർഫെക്റ്റ്. ഒരു പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു അവസരം, പൂർണ്ണത എന്ന് പറയുന്ന ഒരു അവസരമില്ല. നമ്മൾ അത് ഏറ്റെടുക്കണം. നാം അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അത് പഠനത്തിലാകട്ടെ, മറ്റ് എന്ത് മേഖലയിലാകട്ടെ, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണത്. ഒന്നാമതായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടേക്ക് ആക്ഷൻ. നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ നമുക്ക് അവസരം വന്നെത്തുന്നത്, ആ അവസരങ്ങൾ നമുക്ക് പറ്റിയതാണെങ്കിൽ ഉടനെ അതിനെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ ഒരു ക്ലിയർ വിഷനോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാനുള്ള താല്പര്യത്തോടു കൂടി, ആ ഉറച്ച മനസ്സോടുകൂടി നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ചിന്തിച്ച് നിൽക്കാൻ പാടില്ല. അപ്പോഴേക്കും ആ അവസരം നമ്മളിൽ നിന്ന് കടന്നു പോകും. അത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത നിമിഷം ചെയ്യാം, മറ്റന്നാൾ തുടങ്ങാമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറുകയും അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്കുണ്ടായിത്തീരുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോഴും, ഓരോ അവസരങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ നേരിടാനുള്ള റെസിലിയൻസ് പവർ നമുക്കുണ്ടായിരിക്കണം. അത് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ് ആൻഡ് കീപ് മൂവിങ് ഫോർവേഡ്. ഈ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിലുണ്ടാകുന്ന തെറ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് അത് മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാകേണ്ടതുണ്ട്. ഓർക്കുക, എവരി ഗ്രേറ്റ് അച്ചീവ്മെന്റ് റിക്വയർസ് കറേജ്, റെസിലിയൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ. എല്ലാ വിജയത്തിന്റെ പിന്നിലും, എല്ലാ ഗ്രേറ്റ് അച്ചീവ്മെന്റിന് പിന്നിലും നമുക്ക് ധൈര്യം ഉണ്ടായിരിക്കണം, പ്രതിരോധിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മൾ ഉറച്ച തീരുമാനം, ദൃഢനിശ്ചയം. ഞാനിത് പൂർത്തിയാക്കും, അല്ലെങ്കിൽ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും, ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. വിൽ യു ടേക്ക് ആക്ഷൻ? നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ലേ? ചോയ്സ് ഈസ് യുവേഴ്സ്. പ്രിയ സുഹൃത്തുക്കളെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ ഇങ്ങനെ വരും. അതിനെ നമ്മൾ നല്ല അവസരങ്ങൾ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ മൊമെന്റ്സ് ഒക്കെ ശരിയാകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമുക്ക് പറ്റിയതാണെങ്കിൽ ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഡസൻ നോക്ക് ട്വൈസ് എന്ന കാര്യം മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്.